എനിക്ക് കഷ്ടകാലമാണ്, വളരെ മോശം സമയമാണ്. ഇത്തരം വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ? പലരും നമ്മളോട് ഇത്തരം കാര്യങ്ങൾ പറയാറുണ്ട്. വളരെ മോശം സമയമാണ്, കഷ്ടകാലം പിടിച്ച സമയമാണ്, എന്ത് ചെയ്താലും വിഘ്നങ്ങളാണ്. ഇത്തരം ചിന്തകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. എനിക്കുണ്ടായ 2 അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. കുറച്ച് നാൾ മുന്നെയാണ്, ഇതുപോലൊരു മഴക്കാലമാണ്. അന്ന് ഞാൻ ഓടിച്ചുകൊണ്ടിരുന്നത് ഒരു ലക്ഷറി കാറാണ്. ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ കാർ പാർക്കിലേക്ക് ഇത്തിരി താഴേക്കാണ്. വളരെ സൂക്ഷിച്ചാണ് ഞാൻ എടുത്തതെങ്കിലും എൻ്റെ ശ്രദ്ധ ഇടതുവശത്തും എന്തൊക്കെ കാറുകളാണ് എന്നായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് എന്നൊരു സൗണ്ട് കേട്ടു. ഞാൻ മിററിലൂടെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കാറ് നന്നായിട്ട് ഉരഞ്ഞിട്ടുണ്ട്. ആ വിഷമത്തിൽ ഞാൻ കാറ് പാർക്ക് ചെയ്യുന്നു. എനിക്ക് കാണാം സെക്യൂരിറ്റി ചേട്ടൻ അതിൽ നടന്നു വരുന്നുണ്ട്. ഞാൻ കാറ് തുറന്ന് ഇറങ്ങിയതും അവിടെ വെള്ളമായിരുന്നു, തെന്നിതേ കിടക്കുന്നു നിലത്ത്. അയാൾ എന്നെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, സാറിന് കഷ്ടകാലമാണല്ലോ സാറേ എന്ന്. ഇതായിരുന്നു ആദ്യത്തെ ഇൻസിഡൻ്റ് എങ്കിൽ രണ്ടാമത്തെ ഇൻസിഡൻറ്റ് എൻ്റെ ഈഗിൾ ഓൺട്രപ്രണർഷിപ്പ് കോച്ചിങ് പ്രോഗ്രാം സംരംഭകരെ പരിശീലിപ്പിക്കാനായി 2018 ജനുവരിയിൽ തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ്. 4 ചൊവ്വാഴ്ചകളിലായി ഹോളിഡേ ഇൻ ഹോട്ടലിൽ നടക്കുന്നു. അതിലേറ്റവും സന്തോഷമുള്ള കാര്യമായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ 100ാമത്തെ ബാച്ച് തുടങ്ങുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി ആവേശത്തോടുകൂടി അതിൻ്റെ 1ാം ദിനം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. നല്ല വാഹനമാണ്. ആ വാഹനത്തിലേക്ക് കയറി വണ്ടി എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എന്തോ ഒരു വശപ്പിശക് തോന്നുന്നു. വേറെ ഒന്നുമല്ല, എത്രയൊക്കെ ചവിട്ടിയിട്ടും വണ്ടി പോകുന്നില്ല. ബെൻസിൻ്റെ GLC ആണ്. എത്ര ചവിട്ടിയാലും 20 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോവില്ല. ഞാനൊന്ന് പതറി. ഒരു നിമിഷത്തേക്ക് നിങ്ങൾക്ക് ചിന്തിച്ചേക്കാം, നല്ല കാര്യത്തിനിറങ്ങി വണ്ടി കേടായോ? ഞാൻ അങ്ങനെയല്ല ചിന്തിച്ചത്. വണ്ടിയെക്കുറിച്ച് എനിക്കധികം അറിയില്ല, എൻ്റെ മകനറിയാം. ഞാൻ അദ്ദേഹത്തെ വിളിച്ചാണ് ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞു തന്നു ഇത്രയേ ഉള്ളൂ, എങ്ങനെയെങ്കിലും കൈ അറിയാതെ മുട്ടി അതിൻ്റെ സ്പീഡ് ലിമിറ്റ് സെറ്റായിട്ടുണ്ടോ എന്ന് നോക്കൂ, വലതുവശത്ത് ആ സ്വിച്ച് ഉണ്ട്, ഇതുകൊണ്ട് ഒരു മിനിറ്റുള്ളിൽ അത് ശരിയാക്കുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മൾ പലപ്പോഴും നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അത് കഷ്ടകാലമാണ്, മോശം സമയമാണെന്ന് പറഞ്ഞ് ടാഗ് ചെയ്യുകയാണ്. അങ്ങനെയാണോ? ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഞാൻ ആ സെക്യൂരിറ്റി ചേട്ടനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, എൻ്റെ പൊന്നു ചേട്ടാ, കഷ്ടകാലമല്ല, എൻ്റെ കയ്യിലിരിപ്പാണ്. ഞാൻ വളരെ സൂക്ഷിച്ചെടുക്കണമായിരുന്നു ആ വണ്ടി, അതുകൊണ്ടല്ലേ അത് പോറിയത്. നിലത്ത് മഴക്കാലത്ത് വെള്ളം ഉണ്ടാവുമെന്ന് എനിക്ക് ഊഹിക്കണമായിരുന്നു. ഞാൻ ശ്രദ്ധിക്കേണ്ടേ? എല്ലാത്തിനും കഷ്ടകാലത്തെ പഴിചാരരുത്. സൊല്യൂഷൻ എന്താണെന്ന് ഇമ്മീഡിയറ്റ്ലി ആലോചിക്കുക. അത് മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല മാർഗം.